ഇനി എഗ് പീസ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടിയും പിന്നെ മുട്ടയും ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ പിസ്സ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. 2 മുട്ട എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടുക. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് വലിയ പീസ് എടുക്കണ്ട കേട്ടോ. പിന്നെ 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒലീവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ചേർക്കാം. ഈ ക്യാപ്സിക്കം ഞാൻ ഈ പിസ്സയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം അല്ലെങ്കിൽ ഇപ്പോൾ ഒലീവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. ഇതേപോലെ നമുക്ക് ഉണക്കമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇത് ഞാനിവിടെ ഇതേപോലത്തെ ഉണക്കമുളക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ആ പിസ്സയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇറ്റാലിയൻ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്നോ അല്ലെങ്കിൽ പിസ്സ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതും ചേർക്കണം. അത് ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് ആ പിസ്സയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്ന് പറയാം കേട്ടോ. പിന്നെ ചീസും വേണം. ചീസ് ഇപ്പോൾ ഏത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ഷഡ് ചെയ്തേക്കുന്ന ചീസാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചീസ് ഇങ്ങനെ ഒരു ബാറായിട്ട് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അതിനെ ഇതേപോലെ ഇങ്ങനെ ഷഡ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഏത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് പല ചീസിനും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് മൊസറോള ചീസാണ് ഏറ്റവും നല്ലത്. ആ ചീസ് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പം അങ്ങനത്തെ ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീസ് എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ പോണതിന് മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ 3 വലിയ വെളുത്തുള്ളിയും ഈ 3 ഉണക്കമുളകും ഉണ്ടല്ലോ, ഇത് 3ഉം കൂടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. അങ്ങനെ മൊരിയിച്ച് എടുത്തു കഴിഞ്ഞിട്ട് ആ മൊരിയിച്ചെടുത്തേക്കണ ഇതും പിന്നെ മുട്ടയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കും. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെയാണ് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ അത് ആ മുട്ടയുടെ കൂടെ കണ്ട് നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുക. അപ്പോൾ അതിനെ മിക്സായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുട്ടയ്ക്ക് പൊരിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ട് വരും. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. പക്ഷേ ഒലിവ് ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് സവോളയും പിന്നെ ഇഞ്ചിയും അത് ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. ഉണക്കമുളകും ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇതുകൊണ്ട് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അതുകൊണ്ട് ഒരു ബ്രൗൺ കളറായിട്ട് പിന്നെ കരിഞ്ഞ പോലെ ആവും. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേറെ പാനിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് ഇരുന്നിട്ട് കരിഞ്ഞു പോകും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയേക്കണ ബീഫ് കറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതാണത്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ദിവസം 2 ദിവസം എടുത്തു. അപ്പോൾ ഞാനിതിങ്ങനെ തിളപ്പിച്ചിങ്ങനെ വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഇരുന്നോളും.
അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും കൂടിയും കുറച്ചുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് 2 മുട്ടയും ചേർക്കണം, ഗോതമ്പ് പൊടിയും ചേർക്കണം, പിന്നെ നമ്മളിപ്പോൾ ഈ മൊരിച്ചെടുത്തേക്കണം ഈ മിക്സും ചേർക്കണം. അപ്പോൾ ഇത് ചേർക്കാം. ഇത് കുറച്ച് ഓയിലുണ്ടായിരുന്നു, ആ ഓയിലും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഓയിലിലായിരുന്നാലും ഇത് മുരിഞ്ഞ് വന്നതിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഓയിലുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഇതിൻ്റെ ഡബിൾ എടുത്തോട്ടോ. പക്ഷെ നിങ്ങൾ ഏറ്റവും അധികം ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി, അപ്പോളായിരിക്കും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടാമല്ലോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത്, കാരണം ഒരുപാട് ഗോതമ്പ് പൊടി ചേർക്കരുത് കേട്ടോ, അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരും. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കേണ്ടി വരും. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. കാരണം ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും, പെട്ടെന്ന് തന്നെ അത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ശരിക്കാണ്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. 1 സ്പൂൺ കൂടിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാരണം ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാമല്ലോ. ഇതൊന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് പാർത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കണം കേട്ടോ, കാരണം കുറേ ഈ മിക്സിയുടെ ജാറിൻ്റെ സൈഡിലേക്ക് ഇരിക്കും. ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കിട്ടില്ല. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പിസ്സ ഹെർബ്സ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ചേർക്കുക. അത് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുക. ഇത് ഇനിയിപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുമ്പോഴായിരിക്കും നമ്മൾ ആ പിസ്സയ്ക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുക. സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും നമുക്ക്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ വെളുത്തുള്ളി ഇങ്ങനെ മുരിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്തപ്പോഴേ സാധാരണ ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റുണ്ട്. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്താൽ മതി. മിക്സിയിലിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തോ. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുക. ഇതേപോലെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു പുളിരസവും ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലേവറും കൂടിയിട്ട് വരുമ്പോൾ നല്ലതാണ് ടേസ്റ്റ്. അത് നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സബോളയും കാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കില്ലേ, അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അത് ചേർത്താലും മതി കേട്ടോ. പക്ഷെ ഇത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സവോളയും ക്യാപ്സിക്കും ഒക്കെ ഈ പിസ്സയുടെ ടോപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ പിസ്സയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ദോശക്കല്ലാട്ട് എടുക്കണത്. നോൺ സ്റ്റിക്കിനേക്കാളും എനിക്കിഷ്ടം ഇതേപോലെ ഇങ്ങനെ ദോശക്കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശക്കല്ലിൽ എടുക്കുക. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി തീ ഓണാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതേപോലെ എന്തെങ്കിലും
പേപ്പർ ടവൽ അല്ലെങ്കിൽ സവോള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. പിന്നെ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. ഞാനിവിടെ വലിയ സ്പൂണിലാണ് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കനത്തിലെടുക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നും ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവോളയും പിന്നെ ക്യാപ്സിക്കം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അതൊക്കെ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുവിധം കനം കുറച്ചിട്ടാണ് പരത്തിയേക്കുന്നത്, അങ്ങനെ പരത്തണം. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഒലീവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവും വയ്ക്കാം കേട്ടോ. ഇനി പച്ചമുളക് വയ്ക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉണക്കമുളക് ചേർത്തപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, പിന്നെ പച്ചമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാനിവിടെ 3 കുഞ്ഞ് പീസ് പച്ചമുളകാണ് ചേർത്തത്. ഇനി ഞാനിവിടെ ഉണക്കമുളക് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്സ ഹെർബ്സും ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വയ്ക്കാം. ചീസ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തിരിച്ചിടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോന്ന് വെക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. തീ അങ്ങനെ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം എന്തായിരുന്നാലും കരിഞ്ഞു പോകും. ചീസൊക്കെ കുറച്ച് കൂടുതൽ വെക്കാം, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചീസ് ഉണ്ടാവുമല്ലോ, നല്ല ചീസി ആയിട്ടിരിക്കുന്ന പിസ്സ ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ട് ചീസ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിവിടെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അനക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അനക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് തിരിച്ചിടാം. അത് തിരിച്ചിടുമ്പോൾ ഈ ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കണത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ ക്യാപ്സിക്കം സവോളയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും പുറത്തേക്ക് പോവില്ല. ചീസായിരുന്നാലും ഈ പാൻ ഒട്ടി പിടിക്കുകയും ചെയ്യില്ല, കാരണം ചീസ് ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക. ചീസ് ഒരു സമയത്തും പാൻ ഒട്ടി പിടിക്കില്ല. അപ്പോൾ അത് തിരിച്ചിടാം. അതിനെടുത്ത വഴിക്കാനെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചിടണം. അപ്പോൾ ചീസ് ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വരണം. ഇനി ഇത് നമ്മൾ രണ്ടാമത് ഇങ്ങോട്ടേക്ക് തിരിച്ചിടുമ്പോൾ ഈ ചീസ് എല്ലാം ഇതുമ്പോൾ ശരിക്കും നന്നായിട്ടാണ് പിടിച്ചിരിക്കും. അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റാവുകയും വേണം, ഈ സവോളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുകയും വേണം. അപ്പോൾ അത്രയ്ക്ക് സമയം വെച്ചാൽ മതി, ഒരുപാട് സമയം വെക്കണ്ടേ. ഞാനെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തോന്നാണ് ഇപ്പോൾ ഇത് ഈ അപ്പം ഈ പിസ്സയുടെ ബേസ് ഉണ്ടല്ലോ, ഇതൊന്നും കൂടി വേവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിരിച്ചിടാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കാം, കുഴപ്പമില്ല. അത് നമുക്ക് ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സമയം നമുക്ക് മനസ്സിലാവും, എന്തോരം സമയമാണ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നുള്ളത്. കൂടുതൽ സമയം തിരിച്ചിട്ടിട്ട് തീ കൂട്ടിയെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ചീസൊക്കെ കരിഞ്ഞു പോകും. ഞാനിത് ഇനി മറ്റേ സൈഡും തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഉണ്ട്, അപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം സവോളയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പിസ്സയുടെ ഈ ബേസ് ആയിരുന്നാലും വെന്തിട്ടുണ്ട്. അതിനത് പെട്ടെന്ന് വെന്ത് കിട്ടും, നമ്മൾ കനം കുറച്ചിട്ടാണല്ലോ പരത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാട്ടോ ഇത്രയ്ക്ക് വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. ഇനി ഇത്രയ്ക്ക് വെച്ചിട്ട് ഒരു 4 പീസ് ഇതേപോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമുക്ക് ലാസ്റ്റ് നോക്കാം എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 3 പിസയും റെഡി ആയിട്ടുണ്ട്. ഇനി 2 പിസയും കൂടെയും ബാക്കിയുണ്ട്. അതിപ്പോൾ ഈ പ്ലേറ്റിൽ കൊള്ളില്ലല്ലോ. നമ്മുടെ മുട്ടയും കൊണ്ടുള്ള മിനി ചീസ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഈ പിസ്സ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാം. അപ്പോൾ ആ ചീസൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ബാക്കി 2 കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും പിസ്സ ചൂടാറി. കാരണം പിന്നെ ഇവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. കുറച്ചും കൂടി നല്ല ചൂടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചീസ് ഒന്നും കൂടി നല്ല സ്റ്റിക്കി പോലെ വരും. ഇത് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.